ഹലോ! നമ്മുടെ ചെമ്പനീർപ്പൂവിന്റെ പുത്തൻ പ്രൊമോ എത്തിയിരിക്കുകയാട്ടോ. പിന്നത്തെ ഒരു പ്രൊമോയില് നമ്മുടെ ചന്ദ്ര, നമ്മുടെ ശ്രീകാന്തിനെയും വർഷേനെയും ഫസ്റ്റ് നൈറ്റിന് വേണ്ടി നമ്മുടെ രേവതിയുടെ മുറി ചോദിക്കുന്ന ഒരു രംഗങ്ങളാട്ടോ നമ്മൾ കണ്ടിരുന്നു അല്ലേ? അപ്പൊ ആ ഒരു രംഗം തന്നെയാട്ടോ ഇന്ന് നമ്മുടെ ചന്ദ്ര വന്ന് നമ്മുടെ രേവതിയുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നാ അവരുടെ ശാന്തി മുഹൂർത്തം കുറിച്ചിരിക്കുകയാണ്. അപ്പൊ അവരിന്ന് ഇവിടെയാണ് കിടക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ രേവതി പറയുന്നുണ്ട്, "അയ്യോ അമ്മേ! ഇവിടെ ഇപ്പൊ ഞങ്ങളെന്ത് ചെയ്യുംന്ന്" ചോദിക്കുമ്പോൾ നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട്, "ഹോളുണ്ട്, ടെറസുണ്ട്, എവിടെ വേണമെങ്കിലും കിടക്കാലോ" എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ രേവതിക്ക് പിന്നെ ഒന്നും മറുത്തൊരു ഉത്തരവില്ല അല്ലേ? അപ്പൊ നമ്മുടെ രേവതിക്കാണല്ലോ ആ ഒരു ഡെക്കറേറ്റ് ചെയ്യേണ്ട ആ ഒരു ഡ്യൂട്ടിയൊക്കെ. അപ്പൊ നമ്മുടെ രേവതി നമ്മുടെ ബെഡ്റൂമൊക്കെ ഫുള്ള് പൂക്കൾ കൊണ്ടൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് അലങ്കരിച്ചൊക്കെ ഇരിക്കുകയാണ് ട്ടോ. അപ്പഴാണ് നമ്മുടെ സച്ചി കേറി വരുന്നത്. അപ്പൊ സച്ചി ഭയങ്കര സന്തോഷം. അപ്പൊ സച്ചി വിചാരിക്കും, രേവതിയുടെ മനസ്സ് മാറി വീണ്ടും ഒന്നിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് നമ്മുടെ രേവതി എന്ന് നമ്മുടെ സച്ചി വിചാരിക്കും കേട്ടോ. അതിനുശേഷമാണ് നമ്മുടെ രേവതി പറയുന്നത്, "ഇതൊന്നും നമുക്ക് വേണ്ടിയല്ല. ഇന്ന് ശ്രീകാന്തിന്റെയും വർഷയുടെയും ഫസ്റ്റ് നൈറ്റ് ആണ്. അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുക" എന്ന് പറയുമ്പോൾ നമ്മുടെ സച്ചി ഇങ്ങനെ ഹാലിളകിയിട്ട് ആ ഒരു പൂമാല ഒരെണ്ണമൊക്കെ ഇങ്ങനെ പൊട്ടിച്ചിടുന്ന ഒരു ദൃശ്യങ്ങളാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇനി എന്തൊക്കെയാകും അവിടെ സംഭവിക്കാൻ പോകുന്നത് അല്ലേ? ഒന്നാമതേ അവര് വന്നതേ നമ്മുടെ സച്ചിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇനി അവരുടെ ഫസ്റ്റ് നൈറ്റിന് വേണ്ടി സ്വന്തം മുറി ഒഴിഞ്ഞു കൊടുക്കണോന്നൊക്കെ പറഞ്ഞാല് നമ്മുടെ സച്ചി അതിനെതിരെ എങ്ങനെ പ്രതികരിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. അപ്പൊ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.